കിളിമാനൂർ പുളിമാത്താണ് വരുന്നത്. ഇവിടെ ഈ ചക്കി മാമിയെ പോലെ തന്നെ ഒരു ചേച്ചി സെയിം ഡ്രസ് ചെയ്ത് നിൽപ്പുണ്ട്. ഹെയർ സ്റ്റൈൽ എല്ലാം അതുപോലെയാണ് കേട്ടോ. സ്ഥലം കിളിമാനൂർ പുളിമാത്താണ്. അവിടെയാണ് ഈ ചട്നി മാമി എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഇവിടെ പ്യുവർ വെജാണ് കേട്ടോ. ഇവരുടെ മെന്യൂസ് ഭയങ്കര വെറൈറ്റിയാണ്. അതായത് പിസ്സ ദോശയുണ്ട്, പിന്നെ ഓപ്പൺ ദോശയുണ്ട്, കുറേ ഐറ്റംസുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ബാഹുബലി ദോശയുണ്ട്, അത് ഭയങ്കര വലിയൊരു ദോശയാണ്. അതിൽ കുറേ എന്താ പറയുക ചട്നി ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇത്രയും കഴിക്കാനുള്ളൊരു ആംബിയർ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്തില്ല. നോർമൽ ബിരിയാണി, പിന്നെ ഒരു പനീർ ബിരിയാണി, എന്തായിരുന്നു ഓർമ്മയില്ല, ഒരു വെജ് ബിരിയാണിയാണ് ഇവരുടെ നോർമൽ ബിരിയാണി. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ബിരിയാണി ഓർഡർ ചെയ്താൽ കൂടുതൽ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മിക്ക റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ ബിരിയാണി റെഡി ആണെങ്കിൽ പോലും അവർ കുറച്ച് സമയം എടുത്ത് ലാഗ് അടിച്ച് തരാറുണ്ട്. ഇവിടെ പെട്ടെന്ന് കിട്ടി. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗഡുണ്ട് കേട്ടോ. തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം റഷാണ്. പക്ഷേ അത്യാവശ്യം വേഗം തന്നെ ബിരിയാണി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബാക്കി പാഴ്സലും ചെയ്തു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും 3 പേരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി. എനിക്കൊരു വെജ് എന്നുള്ളൊരു രീതിയിൽ നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നോർമൽ വെജ് ബിരിയാണിയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പനീർ ബിരിയാണിയാണ്. സൂരജാമ്പേന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. പനീർ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഫുഡിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അവരുടെ ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയാനായിട്ട് ഒരു നാച്ചുറൽ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആ ഒരു കളർ തീമാണെങ്കിലും അതേപോലെ ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മിനി റിസോർട്ട് സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇവിടെ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഹട്ട്സ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കരിങ്കല്ലാണ് അവരുടെ പില്ലേഴ്സൊക്കെ അവർ കരിങ്കല്ലിലാണ് സെറ്റ് ചെയ്തേക്കണം. പിന്നെ അതേപോലെ കുഞ്ഞു ഇവിടെ കണ്ടോ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ വാട്ടർ ഫൗണ്ടെയിൻസ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് പറയാനായിട്ട് പ്രൈസ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഈ 3 ബിരിയാണി മേടിച്ചു. വളരെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പ്രൈസ് വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 500 ആൻഡ് സംതിങ് ഒക്കെ ആയിട്ടുള്ളൂ. ജ്യൂസും മേടിച്ചു. ഞങ്ങൾ ലൈം ജ്യൂസും കുടിച്ചായിരുന്നു. എന്നിട്ട് പോലും അറൗണ്ട് 530 or 560 അതിൻ്റെ ഉള്ളിലെങ്ങാണ്ടേ ആയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതുവരെ ജസ്റ്റ് ഒന്ന് വന്നാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണത്.
അവരുടെ തന്നെ ഒരു പുതിയ റെസ്റ്റോറൻ്റ് ആണ്. ഇവരൊരു മിനി റിസോർട്ട് സെറ്റപ്പിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്കിൽ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ഇവർക്ക് വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.